എം വി രാഘവന്റെ ആത്മകഥയിൽ പറയുന്നു, പോലീസ് വേണ്ടത്ര ജാഗ്രത പാലിച്ചിരുന്നെങ്കിൽ എം വി രാഘവന്റെ ആത്മകഥ പോലീസ് വേണ്ടത്ര ജാഗ്രത പാലിച്ചിരുന്നെങ്കിൽ കൂത്തുപറമ്പിൽ 5 യുവാക്കളുടെ മരണത്തിനിടയാക്കിയ നിർഭാഗ്യകരമായ സംഭവം ഒഴിവാക്കാമായിരുന്നു. കൂത്തുപറമ്പ് ടൗൺഹാൾ പരിസരത്ത് ഇത്രയും വലിയ ഒരു അക്രമി സംഘം തടിച്ചുകൂടുന്നത് പോലീസിന് തടയാമായിരുന്നു. അതുണ്ടായില്ല. പോലീസ് വെടിവെപ്പിലേക്ക് നയിച്ച അക്രമം നടക്കുമ്പോൾ അക്രമികളെ അഴിഞ്ഞാടാൻ അനുവദിച്ചുകൊണ്ട് ജില്ലാ പോലീസ് സൂപ്രണ്ട് കെ പത്മകുമാർ പോലീസ് സ്റ്റേഷനിൽ കാഴ്ചക്കാരനെ പോലെ നിലകൊള്ളുകയായിരുന്നു. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ASP രവത ചന്ദ്രശേഖരും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആന്റണിയുമാണ് സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്തത്. ഇതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നത്. ഇനി പത്മനാഭൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു, ഈ കാര്യത്തിൽ ASP രവത കാര്യങ്ങൾ നടപ്പാക്കുകയാണ് ചെയ്തത്. വെടിവെപ്പിന്റെ കാര്യത്തിൽ അതിന് തുനിയണോ വേണ്ടിയോ എന്നതിൽ തീരുമാനമെടുക്കേണ്ട ചുമതല എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനായിരുന്നു. അദ്ദേഹം ആവശ്യമായ ഉത്തരവ് നൽകുകയായിരുന്നു. ആ ഉത്തരവ് റവത നടപ്പാക്കുകയായിരുന്നു. സംഭവത്തിൽ 2 ദിവസത്തിന് മുമ്പ് ചുമതലയേറ്റ പരിചയം കുറഞ്ഞ ജൂനിയർ IPS ഉദ്യോഗസ്ഥനാണ് ASP എന്നതിനാൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായ ചില്ലറ വീഴ്ചകൾ പൊറുക്കാവുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചുമലിൽ ഉത്തരവാദിത്തം ഏറ്റുവെക്കാൻ കാരണമൊന്നും കാണുന്നില്ല എന്നാണ് അന്ന് റിപ്പോർട്ട് നൽകിയത്. ഇതാണ് അന്നത്തെ റിപ്പോർട്ട്. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോഴുള്ള സാങ്കേതികമായി സർക്കാരിന് ഈ 3 പേരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുകയല്ലാതെ നിർവാഹമില്ല എന്നൊരു പ്രായോഗികത നമ്മുടെ മുന്നിലുണ്ട്. സർക്കാരിന് അതേ നിർവാഹമുള്ളൂ. പക്ഷേ ഇന്ന് P. ജയരാജൻ പറഞ്ഞതിൽ ഒരു രാഷ്ട്രീയമില്ല എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അന്ന് അതിനുശേഷമുണ്ടായ സമരങ്ങളിൽ കൂത്തുപറമ്പ് വെടിവെപ്പ് ഓർമ്മിപ്പിക്കുന്ന ഘട്ടങ്ങളിലൊന്നും രവതയുടെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം ശരിയാണ് ശ്രീ NP ചെക്കുട്ടി? രവതയും ഹക്കീം ബത്തേരിയുടെയും പേരുകളാണ് ആ സമയത്ത് പറഞ്ഞു കേട്ടിരുന്നത്. അതെ, അതിൽ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ P. ജയരാജൻ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ കൂത്തുപറമ്പ് വെടിവെപ്പുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ഈ DGP നിയമനത്തെക്കുറിച്ച് പറയുന്നത് തന്നെ വളരെ കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണുള്ള കാര്യം, തർക്കമൊന്നുമില്ല. കാരണം ഉദ്യോഗസ്ഥരാകുമ്പോൾ പലതരത്തിലുള്ള ഉദ്യോഗസ്ഥർ പലരും അവരുടെ കരിയറിൻ്റെ ഭാഗമായിട്ട് പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും, പല നടപടികൾക്രമം ഉണ്ടാവും, അതിൻ്റെ ഭാഗമായിട്ട് ജുഡീഷ്യൽ പരിശോധനകൾ ഉണ്ടാവും. പക്ഷേ ഈ വിഷയത്തിൽ ഇദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ സമയത്ത് ഇതിനെ ഈ വെടിവെപ്പുമായിട്ട് അതിൻ്റെ ഇമോഷണലായിട്ടുള്ള ആസ്പെക്റ്റുകൾ ഇരിക്കെ തന്നെ ബന്ധിപ്പിക്കുന്നത് വഴി അദ്ദേഹത്തിന് സർക്കാരിനോടും ഇപ്പോൾ പാർട്ടി സംവിധാനത്തോടുമുള്ള ചില വിയോജിപ്പുകൾ അദ്ദേഹം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് എം വി ഗോവിന്ദൻ്റെ പിന്നെ പത്രക്കാരോടുള്ള റിയാക്ഷനിൽ അദ്ദേഹം പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ്, ഞങ്ങൾക്ക് പാർട്ടിക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ MV ഗോവിന്ദൻ എടുക്കുന്ന നിലപാടും പാർട്ടിയുടെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന P. ജയരാജൻ എടുക്കുന്ന നിലപാടിൽ ഒരു വൈരുദ്ധ്യമുണ്ട്, ഒരു സംഘർഷമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ന് CPM-നകത്ത് പുകഞ്ഞു നിൽക്കുന്ന ആഭ്യന്തരമായ പ്രശ്നങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം P. ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള എന്താ പറയുക മുന്നോട്ടുള്ള എല്ലാ മാർഗങ്ങളും തടയപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക പരാതികളുണ്ട്, പരിഭവങ്ങളുണ്ട്. ആ പരിഭവങ്ങളിൽ ഒന്ന് ഇന്ന് ലീഡർഷിപ്പിലുള്ള MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വന്നൊരു വിമർശനമാണല്ലോ. ഇപ്പോൾ MV ഗോവിന്ദൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് RSSുമായി സഹകരിച്ചിരുന്നു എന്ന് പറഞ്ഞ ആ പ്രസ്താവന, അത് പാർട്ടി സെക്രട്ടറിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ അത് ചെയ്തത് മോശമായി, തെരഞ്ഞെടുപ്പിനെ അത് ബാധിച്ചു എന്ന് പറഞ്ഞത് P. ജയരാജനാണ് എന്ന ചോദ്യം മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പാർട്ടിയിൽ ഉൾപാർട്ടി ജനാധിപത്യമുണ്ടെന്നും അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് ഞാൻ പറയാറില്ല എന്നുമാണ് അദ്ദേഹത്തിന്റെ മറുപടി. അതായത് പറഞ്ഞിട്ടില്ല എന്നല്ല, പറഞ്ഞിട്ടില്ല എന്നൊരു നിഷേധ പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതെ, അതിനെ ഞാൻ പറഞ്ഞു വരുന്നത്. P. ജയരാജൻ സത്യത്തിൽ ഞങ്ങൾ ഇപ്പോൾ 70കൾ മുതൽ കാണുന്ന ഒരാളാണ് P. ജയരാജൻ. യഥാർത്ഥത്തിൽ MV ജയരാജൻ അടക്കമുള്ള ആളുകൾ സെക്രട്ടേറിയറ്റിലെത്തി, വേറെ പലരും കേന്ദ്ര കമ്മിറ്റിയിലെത്തി, പോളിറ്റ് ബ്യൂറോയിലെത്തി. പക്ഷേ പാർട്ടിയിൽ ഒരു കാലത്ത് ഏറ്റവും കരുത്തനായിട്ടുള്ള ഏറ്റവും ശക്തനായിരുന്ന P. ജയരാജൻ ഇന്നിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അദ്ദേഹം ഖാദി ബോർഡിൻ്റെ എന്തോ ഒരു വൈസ് ചെയർമാൻ എന്തോ ഒരു പദവി അദ്ദേഹത്തിനുണ്ട്. പിന്നെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അതും ഇനി അധികം കാലം നിലനിൽക്കാൻ പോകുന്നില്ല. അപ്പോൾ ആ തരത്തിൽ പാർട്ടിയിൽ വളരെ കരുത്തനായിരുന്ന വളരെ പ്രധാനപ്പെട്ട പദവികളിലേക്ക് എത്തേണ്ട അദ്ദേഹത്തിന് പല കാരണങ്ങളാൽ യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ഓരോ ഘട്ടങ്ങളിലായിട്ട് അദ്ദേഹത്തെ ഒഴിവാക്കുക എന്നുള്ളത് സംഭവിച്ചു. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്താണ് പിന്നെ വടകരയിൽ അദ്ദേഹം മത്സരിക്കുന്നത്. അതേ സമയത്ത് തന്നെ മറ്റ് ജില്ലാ സെക്രട്ടറിമാർ മത്സരിച്ച് തോറ്റിട്ടുണ്ട്. അവർ തിരിച്ച് അതേ സ്ഥാനത്തെത്തി. P. ജയരാജൻ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ എന്തോ കാരണവശാൽ അദ്ദേഹത്തിന് പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് P. ജയരാജൻ്റെ പൊളിറ്റിക്കൽ കരിയറിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിയാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് P. ജയരാജൻ്റെ വളർച്ചയെ
പാർട്ടിയെ മുന്നോട്ടുള്ള പോക്കിനെ കട്ട് ചെയ്യുന്ന പിന്നിന്ന് കുത്തുന്ന ഒരു സമീപനം ആരൊക്കെയോ സ്വീകരിച്ചിട്ടുണ്ട്. അത് തീർച്ചയായും അദ്ദേഹം ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ളതാണ്. അദ്ദേഹം ഏതാണ്ട് ജീവച്ഛമായിട്ട് ഒരു ഓണക്കാലത്ത് അദ്ദേഹത്തെ വെട്ടി കഷ്ണമാക്കി മാറ്റിയതാണ്. ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഏറ്റവും ജീവിക്കുന്ന രക്തസാക്ഷിയായ മനുഷ്യനാണ്. അദ്ദേഹത്തോട് പാർട്ടി ചെയ്ത കാര്യങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ പി ജയരാജന് മാനസികമായ പ്രയാസം ഉണ്ടാവും, വിയോജിപ്പുണ്ടാവും. ആ വിയോജിപ്പ് പാർട്ടി കമ്മിറ്റിയിലായാലും ശരി മാത്രം പ്രതിഷേധമായിട്ടാണ് അങ്ങ് കാണുന്നത്? അതോ കണ്ണൂരിൽ തന്നെയുള്ള സഖാക്കളുണ്ടല്ലോ, ഈ കൂത്തുപറമ്പ് വിഷയം എല്ലാ ഘട്ടത്തിലും അത് ഓർത്തെടുക്കുന്നവർ, ആ സമയത്ത് ആ സമരത്തിന്റെ ഭാഗമായിരുന്നവർ, അവരെതിരെ എങ്ങനെ കാണുന്ന ഒരു ചോദ്യം കൂടിയുണ്ടല്ലോ. അതെ, പി ജയരാജൻ എന്ന് പറഞ്ഞാൽ പി ജയരാജൻ എന്ന വ്യക്തിയല്ല. പി ജയരാജൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ത്യാഗങ്ങൾ സഹിച്ചത്? എന്തുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കുട്ടികളെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ വളരെ വളരെ എന്താ പറയുക, വളരെ വിഷമം പിടിച്ച സാഹചര്യങ്ങളിലൂടെ ആണ് അദ്ദേഹത്തിന്. വേറെ പല ആളുകളുടെയും കുട്ടികൾ പിന്നെ കാര്യക്കും നമുക്കൊക്കെ അറിയാം. അപ്പോൾ അതൊക്കെ നോക്കിയാൽ പി ജയരാജൻ ഒരു മാതൃക രാഷ്ട്രീയ പ്രവർത്തകനായിട്ടാണ് എല്ലാ കാലത്തും നിന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സമീപനത്തോട് എനിക്ക് ഒരു യോജിപ്പില്ല. അദ്ദേഹം ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തന ശൈലിയോട് യോജിപ്പില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം, പാർട്ടിയിലെ സാധാരണക്കാരായ അണികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരുത്തനായ നേതാവ്, ഏറ്റവും ലക്ഷ്യബോധമുള്ള നേതാവ്, കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ആശയങ്ങളോട് ശക്തമായിട്ടുള്ള പ്രതിബദ്ധതയുള്ള നേതാവ്, അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രക്തസാക്ഷികളെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിക്കും. അത് ആ രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ മാത്രമല്ല, കണ്ണൂരിലെ മഹാഭൂരിപക്ഷം പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വികാരങ്ങളെയാണ് അദ്ദേഹം പ്രതിഫലിപ്പിക്കുന്നത്. പക്ഷേ അത് പരസ്യമായിട്ട് പറയാനുള്ള ശേഷി അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള സംവിധാനം ഇന്ന് CPM ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു മാർഗം ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പി ജയരാജൻ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പാർട്ടിയിലെ മഹാഭൂരിപക്ഷം സാധാരണക്കാരായ പ്രവർത്തകരുടെയും വികാരമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.